വൈദ്യുതി ഉൽപ്പാദന രംഗത്തും സ്വയം പര്യാപ്തതയിലുമെല്ലാം വളരെയേറെ മുന്നേറാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഹരിതോർജ്ജവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പരിസ്ഥിതി സൗഹൃദവും ജനോപകാരപ്രദവുമായ ഹരിതോർജ്ജ പദ്ധതികൾ രൂപീകരിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുമായി സർക്കാർ നടത്തുന്ന ഇടപെടലുകളെ സംബന്ധിച്ച് വിശദമാക്കാമോ? കേരളത്തിൽ ഏറെ സാധ്യതയും ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരമായ ജലവൈദ്യുത പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൽ കേരള സർക്കാർ ക്രിയാത്മകമായ ഇടപെടലുമാണ് നടത്തിവരുന്നത്. ഏറെക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന 40 മെഗാവാട്ട് ശേഷിയുള്ള തോട്ടിയാറും 60 മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ വിവീരണ പദ്ധതിയും അടക്കം 179.65 മെഗാവാട്ട് ജലവൈദ്യുതി ഉൽപ്പാദനശേഷി കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതിൽ വൈദ്യുതി ബോർഡ് നേരിട്ട് 150.6 മെഗാവാട്ട്, സ്വകാര്യ സംഭരകർ വഴി 29 മെഗാവാട്ടും സ്വകാര്യ സംഭരകർ വഴി 29.05 മെഗാവാട്ടും പൂർത്തിയാക്കി. 111 മെഗാവാട്ട് ശേഷിയുള്ള 7 പദ്ധതികളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ആയതിനാൽ ഈ സർക്കാരിൻ്റെ കാലത്ത് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച 40 മെഗാവാട്ട് ശേഷിയുള്ള മാങ്കളം, 24 മെഗാവാട്ട് ശേഷിയുള്ള ചിന്നാർ എന്നീ പദ്ധതികൾ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കും. സംസ്ഥാനത്ത് വരും വർഷങ്ങളിൽ നടപ്പാൻ ഉദ്ദേശിക്കുന്ന വൻകിട ജലവൈദ്യുതി പദ്ധതികൾ: ഇടുക്കി സുവർണ ജൂബിലി പദ്ധതി 800 മെഗാവാട്ട്, ലക്ഷ്മി ജലവൈദ്യുതി പദ്ധതി 240 മെഗാവാട്ട്, ശബരിഗിരി വിപുലീകരണ പദ്ധതി 450 മെഗാവാട്ട് എന്നിവയാണ്. കേരളത്തിൽ 6000-ൽ പരം മെഗാവാട്ട് എങ്കിലും പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികൾ സാധ്യമാണ്. ഇതിൽ മഞ്ഞപ്പുറ 30 മെഗാവാട്ട്, മുതിരപ്പുഴ 100 മെഗാവാട്ട് എന്നീ പദ്ധതികൾ ഇതിനോടകം തന്നെ സർക്കാർ തലത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്ത് തന്നെ മാതൃകയായി സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ നാളിതുവരെ 1883 മെഗാവാട്ട് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സർ, കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് LDF സർക്കാരിൻ്റെ കാലത്ത് സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2016-ൽ സൗരോർജ്ജ പദ്ധതികളിൽ നിന്നുള്ള ആകെ സ്ഥാപിത ശേഷി 16.49 മെഗാവാട്ട് മാത്രമായിരുന്നു. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 1866.51 മെഗാവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ നിലയങ്ങൾ സംസ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ടു. സൗരോർജ്ജ പദ്ധതികളുടെ 49,529 പുരപ്പുറങ്ങളിലും PM സൂര്യഗാർ പദ്ധതികളുടെ 1,39,420 പുരപ്പുറങ്ങളിലുമായി 555 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ നിലയങ്ങൾ ഇതിനോടകം സ്ഥാപിച്ചു. PM സൂര്യഗർ പദ്ധതിയുടെ കേന്ദ്ര സബ്സിഡി ഇനത്തിൽ 999.97 കോടി രൂപ ഉപഭോക്താക്കൾക്ക് ലഭ്യമായിട്ടുണ്ട്. പദ്ധതിയുടെ നടത്തിപ്പിലെ പുരോഗതി കണക്കിലെടുത്ത് 194.9 കോടി രൂപയുടെ ഇൻസെൻറ്റീവ് കേന്ദ്ര സർക്കാരിൽ നിന്നും KSEBക്ക് നേടാനും കഴിഞ്ഞിട്ടുണ്ട്. പുരപ്പുര സൗരോർജ്ജ പദ്ധതിയിലൂടെ 2,87,200 പുരപ്പുറങ്ങളിലായി 1,587.374 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 1,578 മെഗാവാട്ടിൻ്റെ സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി.